രാവിലെ തന്നെ ചോറുണ്ടാക്കണോ അപ്പം ഉണ്ടാക്കണോ ആദ്യം അപ്പം ഉണ്ടാക്കിയിട്ടില്ല ചോറുണ്ടാക്കില്ല ഏതാ ഉണ്ടാക്കണ്ടേന്നുള്ള കൺഫ്യൂഷനിലാണ് ഏതെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കണല്ലോ എന്തെങ്കിലും തിന്നണം എന്തുകൊണ്ടാ ഏതോന്ന് അറിയില്ല നമ്മൾ അരി എടുത്തുകൊണ്ട് വെള്ളത്തിലിട്ട് കഴിയാണ്ട് കുക്കറിലിട്ട് കുക്കിച്ചെടുക്കാൻ പോകാണ് കുക്കറിൽ കുക്കിച്ചെടുക്കുമ്പോഴാണ് ഞാൻ ചിക്കൻ വെള്ളത്തിലിട്ടത് ഇതുകൊണ്ട് അടി ഉണ്ടാക്കണം പൊരി ഉണ്ടാക്കണം എന്താ ചങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ നമ്മൾ നാലപ്പം ചുട്ടിട്ട് അപ്പം ചുട്ടിട്ടല്ല ഇപ്പോൾ കറിയും പൊരിയൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ ചോറ്റുള്ള കൂട്ടാൻ അത് അപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയ രാവിലെ തന്നെ തിന്നാൻ തീർക്കും അത് നല്ലൊരു ഐഡിയ അല്ലാന്ന് തോന്നുന്നു ഏതെങ്കിലും അപ്പം ചൂടോട് കൂടി ആകുമ്പോൾ കുട്ടികൾ ചൂടോട് കൂടി ഒന്നും നല്ല ഓട്ടയുള്ള നല്ല നെരിഞ്ഞു മുരിഞ്ഞ അപ്പാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം പൊരി ഉണ്ടാക്കണം കുട്ടികൾ അറിയണ അപ്പത്തേക്ക് ഞങ്ങൾക്ക് പൊരി വേണം ഏത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ വേണ്ടി വെളുത്തുള്ളി ഉണ്ട് ചെറിയ ഉള്ളിണ്ട് തക്കാളിയുടെ പകുതി പീസ് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മൈദപ്പൊടി നമ്മൾ തീക്ക് തട്ടി കൊടുക്കുന്നുണ്ട് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറിയല്ല എന്തുവാ അത് ചിക്കൻ പൊരിയിലേക്ക് 2 പച്ചമുളകും ചേർത്ത് കൊടുത്താൽ നമ്മുടെ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് കറിയിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്താൽ നിങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം പൊരി ഉണ്ടാക്കണമെങ്കിൽ എന്തുണ്ടാക്കാതുകൊണ്ട് ഇതുകൊണ്ട് എന്തുവാ ഉണ്ടാക്കേണ്ടത് വെച്ചാൽ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നമ്മളിവിടെ ചിക്കൻ പൊരി ഉണ്ടാക്കണമെങ്കിൽ ഈ മസാല ചേർത്തുകൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയോളി നമ്മുടെ ചിക്കൻ പൊരിക്ക് നല്ല നാടൻ കളറാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ പിന്നെ നല്ലോണം ചോപ്പിച്ചാൻ പോയില്ല അതൊക്കെ കേടാണ് മക്കളെ കേടാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ നല്ല നോക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തി റെസിപ്പികളാണ് ഉണ്ടാക്കുക ഹെൽത്തി റെസിപ്പി എന്നൊക്കെ പറഞ്ഞാൽ പൊരിച്ചായിട്ടാണോ ഉണ്ടാക്കണല്ല നല്ല മോരുകറി ഉണ്ടാക്കുന്നത് മോരുകറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഇങ്ങനെയാണോ ഉണ്ടാക്കാറുള്ള എല്ലാ ഐറ്റവും തീക്കാട് ചേർത്ത് കൊടുക്കുക നമ്മുടെ അപ്പത്തിന്റെ മാവാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അപ്പത്തിന്റെ മാവ് നിർബന്ധമൊന്നുമില്ല ഇല്ലെങ്കിൽ നമ്മൾ മൈദപ്പൊടി ചേർത്ത് അരച്ചെടുക്കാറുണ്ട് അങ്ങനെയൊക്കെ എല്ലാ തരികരെയും നമ്മൾ ചേർത്തെടുക്കാറുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മോരുകറിയാണ് മോരുകറിക്കുള്ള എല്ലാ ഐറ്റംസും നല്ല ജീരകം മുതൽ വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാതും മഞ്ഞൾ പൊടി കറിവേപ്പില എല്ലാം കൂടി അരച്ചാണ് കൊണ്ടുവരാം ഒക്കെ നമ്മൾ വേവിച്ചാനല്ല പോണത് വന്ന് നമ്മൾ തിന്നാനാ പോണത് തിന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ചോറ് അങ്ങനെ ഊറ്റിയെടുക്കില്ലെന്ന് കാണിക്കണേ ചോറ് ഇതുപോലെ ഊറ്റിയെടുത്താണ്ടല്ലോ ഇതിൽ തന്നെ അടച്ചാലേ നമ്മൾ പാത്രം കയ്യിലും തെരഞ്ഞു ഓടണ്ടാന്ന് പറഞ്ഞു ഇതിൽ കുറേ നേരം ചൂടോടുകൂടി നിൽക്കും ഇതുപോലെ അടച്ചാലേ ഈ വെയിറ്റ് കൊണ്ട് പൊന്തിച്ചുമ്പോൾ ഒരു ചീറ വെച്ചാൽ ഒച്ച കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസം എന്തിനാപ്പം ഞാൻ വെയിറ്റ് പൊന്തിക്കണേ ഏതോ അറിയില്ല അതൊക്കെ എനിക്ക് ചേലായി പോയത് അതൊന്നും എനിക്ക് മാറ്റാൻ പറ്റണേ ഇല്ല ഇതിൽ നമ്മുടെ മോരുകറിക്കുള്ള അരപ്പ് റെഡിയാക്കണം ഇനി നമ്മൾ എന്താക്കുക ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ മോരുകറി റെഡി ഇനി നമുക്ക് ഒന്നും ചേർക്കാനില്ലാന്ന് അപ്പൊ നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു ലൈക്ക് തരാൻ പറ്റുമോ ഷെയർ ചെയ്യാൻ പറ്റുമോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റൂല എന്ന് മാത്രം നിങ്ങൾ പറയരുത് പറ്റുമെന്ന് പറഞ്ഞൊരു 100,000 ലൈക്ക് നിങ്ങൾ ഡിസ്ലൈക്ക് ആക്കി മാറ്റിയത് അപ്പൊ നല്ല ചിക്കൻ പൊറി നല്ല എന്തുകൊണ്ടാ ഇവന്റെ മുഖം തെളിയാത്തത് ഇവന്റെ മുഖം തെളിയിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ മുട്ടന്റെ മുകളിൽ ചിക്കൻ പൊച്ചിടണമല്ലോ അപ്പോഴാ അവനെ ഇഷ്ടപ്പെടുള്ളൂ എന്നാ പിന്നെ അമ്മക്കും കൂടി ആ ഇഷ്ടം ഷെയർ ചെയ്യട്ടെ അതിന് വേണ്ടിയിട്ട് ഓൻ പറഞ്ഞു ഞാൻ ചോറ് വാറ്റത്തെ മെച്ചിക്ക് എന്റെ മെച്ചി എന്താ അടിപൊളിയാ സൂപ്പറാണ് നല്ല ചോറും കൂട്ടാനും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളിയാണ് ഒരു ഉരുള തിന്നോക്കി എന്നോട് പറഞ്ഞത് അപ്പൊ എനിക്കും ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബട്ടൺ നിൽക്കാൻ നിരന്തരം വീഡിയോ കാണാം ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാൻ ഇൻഷാല്ലാ